മുസ്തഫ, ഇവിടെ ഈ മെമ്മറി കാർഡിന്റെ ആഷ് വാല്യൂ 3 തവണയാണ് മാറിയത്. ആ വസ്തുത അന്വേഷിക്കണം, IG റാങ്കിലുള്ള ആരെങ്കിലും അന്വേഷിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടതിൽ അതിജീവിതയുടെ അപ്പീൽ തള്ളുകയൊക്കെ ചെയ്തിരുന്നു. ആ ചെറിയൊരു തിരിച്ചടിയല്ലാതെ അതിനപ്പുറത്തേക്ക് അതിജീവിത നടത്തിയ പോരാട്ടത്തെ അതിനെ എങ്ങനെ വിലയിരുത്തേണ്ടതുണ്ട്, എങ്ങനെ കാണേണ്ടതുണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ, കേരളത്തിൽ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാറ്റം, ആ ഫൈറ്റ്, അതിനെ എങ്ങനെ വിലയിരുത്തണം? മാത്രവുമല്ല, ദിലീപ് എന്നുള്ള 8ാം പ്രതിയാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ദിലീപ് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കാര്യം, ഈ ക്രൈം പൾസർ സുനി ചെയ്യുന്നത്. മാത്രവുമല്ല, മെമ്മറി കാർഡിന്റെ വിഷയത്തിലാണെങ്കിൽ ഈ ബലാത്സംഗം ഷൂട്ട് ചെയ്തു എന്നതുൾപ്പെടെയുള്ള അതിഭീകരമായിട്ടുള്ള, അതായത് കേരളം അങ്ങനെ വിധി എഴുതിയ ഒരു കേസ് കൂടിയാണ്, കോടതിയിൽ വിധി വന്നിട്ടില്ലെങ്കിൽ പോലും. ആ രീതിയിൽ പരിശോധിക്കുമ്പോൾ എത്ര വലിയ പോരാട്ടമാണ് നടി നടത്തിയിട്ടുള്ളത്? അതിനെ എങ്ങനെ, എന്തൊക്കെ മാറ്റങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്? ധന്യ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് വേണമെങ്കിൽ തുടങ്ങാം. സമാനതകളില്ലാത്ത ഒരു 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 സർവൈവർ എന്നുള്ള നിലയ്ക്ക് അതെല്ലാം മാറ്റിവെച്ചാൽ ഇതിനകത്ത് ഏറ്റവും വർദ്ധിതമായ ആത്മവീര്യത്തോടു കൂടി ഒരുപക്ഷെ ഏതറ്റം വരെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടി ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ച് കാത്തിരിക്കുകയാണ്. അതായത് ഈ മെമ്മറി കാർഡ് വിഷയമുണ്ട്, അതോടൊപ്പം തന്നെ അനന്തമായി ഇതിങ്ങനെ നീണ്ടുപോകുന്നതും, അതോടൊപ്പം തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ച ജില്ലാ വിചാരണ കോടതിയുടെ നിഷ്പക്ഷമല്ലാത്ത സമീപനത്തിനെതിരെ, അങ്ങനെ നിരവധിയായ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി ഇടപെടുന്ന ഘട്ടങ്ങളുണ്ട്. മാത്രമല്ല, ഒരു വേള നടിയുടെ അഭിഭാഷക കോടതിയിൽ ആവശ്യപ്പെട്ടത് സാധാരണഗതിയിൽ ഈ ഇത്തരത്തിലുള്ള കേസുകൾ, സാധാരണ ഈ സെക്ഷൽ അസോൾട്ട് കേസുകളൊക്കെ അടച്ചിട്ട കോടതി മുറികളിലാണ് ഇതിന്റെ വാദം കേൾക്കുക. പക്ഷേ ഈ കോടതി തുറന്നിട്ട കോടതിയിൽ തന്നെ വിചാരണ നടന്നതുകൊണ്ട് ഒരു സർവേയർ എന്നുള്ള നിലയ്ക്ക് അവർ സാധാരണ അങ്ങനെ ആവശ്യപ്പെടാതിരിക്കുന്നതാണ്. പക്ഷേ അവർ തന്നെ നേരിട്ട് കോടതിയിൽ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഈ കേസ് അടച്ചിട്ട കോടതി മുറിയിൽ കേൾക്കണമെന്ന് ഒരാഗ്രഹവുമില്ല, ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് തുറന്ന കോടതിയിൽ തന്നെ കേൾക്കണം എന്ന് അവർ വിചാരണ കോടതിക്ക് ഒരു അപേക്ഷ നൽകുകയാണ്. അതിനർത്ഥം അതിലെ കുറേ അധികം വരികൾക്കിടയിലൂടെ നമുക്ക് പല കാര്യങ്ങൾ വായിക്കാം. അവർ തന്നെ പലതരത്തിൽ, ഒരു തവണ ഹൈക്കോടതിക്ക് ഒരു അപേക്ഷ നൽകിയത് ഈ വിചാരണ കോടതിയിൽ വിശ്വാസമില്ല, അതുകൊണ്ട് കേസ് വേറെ കോടതിയിലേക്ക് മാറ്റണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഹൈക്കോടതി ആവശ്യം തള്ളുകയും ചെയ്തു. വളരെ നിഷ്പക്ഷമായാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നൊക്കെ ഹൈക്കോടതി തന്നെ വിലയിരുത്തിയതുമാണ്. അങ്ങനെ തന്നെ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിന്റെ മുഖം എന്നുള്ള നിലയ്ക്ക് ഈ കേസിനെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം ചെയ്യുന്നു എന്ന തോന്നലൊക്കെ എല്ലാവർക്കും ഇടയിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം പല ആളുകൾക്കും, പല സ്ത്രീകൾക്കും നൽകിയ ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് ഇതിന്റെ കേസിന്റെ മെറിറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആ ഒരു പോരാട്ടത്തിന്റെ നാൾവഴികൾ. ഒരു തവണ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ 2022 23 മറ്റുമാണ് ഈ കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഇങ്ങനെ അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് പുതിയ വെളിപ്പെടുത്തലുമായി നേരത്തെ ദിലീപുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന് കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനി കൂടിക്കാഴ്ച നടത്തുന്നത് താൻ കണ്ടിട്ടുണ്ട്, പല സംഭാഷണങ്ങൾ താൻ കേട്ടിട്ടുണ്ട്. ദിലീപിന്റെ കേസ് അന്വേഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ഗൂഢാലോചന ദിലീപ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ കേസ് പലതരത്തിൽ ഇതിനെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ ഇതിന്റെ മെറിറ്റിനെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഈ അന്വേഷണത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ പല ഇടപെടലുകളും ഉണ്ടായിട്ട്. നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ചുമതലയുള്ള അഭിഭാഷകനായ അജകുമാർ, അദ്ദേഹം 3ാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. പല ഘട്ടങ്ങളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പിന്മാറുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 28 സാക്ഷികളാണ് മൊഴി മാറ്റിയത്. അതുണ്ട്. മറ്റൊന്ന്, ഈ പറഞ്ഞ നേരത്തെ ഒരു സംവിധായകൻ വരുന്നു, ഇത്രയധികം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു, അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഈ കേസിനെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കുകയായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നിയമത്തിൽ കോടതിയിലുള്ള ആളുകളുടെ വിശ്വാസം പല കേസുകളിലും അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്ര ഉന്നതനെ ജയിലിലാക്കുക, 85 ദിവസം ജയിലിൽ കിടക്കുക എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ മാറ്റം, കോടതിയെ പോലുമുള്ള വിശ്വാസത്തിൽ മാറ്റം വരുത്തിയ ഒരു കേസായി കൂടി ഇതിനെ പരിഗണിക്കേണ്ടേ? തീർച്ചയായും വിചാരണ കോടതി തന്നെ നേരിട്ട് പലതവണ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമൊക്കെ ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി സമയം നീട്ടി ചോദിച്ചുകൊണ്ട് കത്തയക്കുകയും അപേക്ഷ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം കൃത്യമായ ഒരു ഇടവേളകളിൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ തന്നെ ഈ കേസിന്റെ വിശദാംശങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഓരോ സിറ്റിങ്ങിന്റെ വിശദാംശങ്ങളും പല പർപ്പസിന് വേണ്ടി 100ഉം 200ഉം തവണ ഈ കേസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തതായി കാണുന്നുണ്ട്. അന്തിമ എണ്ണം എനിക്കറിയില്ല, പക്ഷേ പലതവണ ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോഴാണ് അത്ഭുതപ്പെടുകയാണ്. ഒരു കേസിന്റെ കഴിഞ്ഞ 8 വർഷക്കാലമായി നടന്ന സിറ്റിങ്ങുകളുടെ എണ്ണം 100-ലൊന്നും നിൽക്കുന്നില്ല. 100ഉം 200ഉം കടന്ന് അതിന്റെ എണ്ണം ഇപ്പോഴും എണ്ണിക്കഴിഞ്ഞിട്ടില്ല. അത്രയധികം സിറ്റിങ്ങുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിടത്തു തന്നെ തുടങ്ങാം. അതായത് 28 സാക്ഷികൾ തന്നെ പറഞ്ഞതുപോലെ 28 സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട്. 3ാമത്തെ സ്പെഷ്യൽ
പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. നേരത്തെ നെടുമ്പാശ്ശേരി പോലീസായിരുന്നു ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അന്വേഷിക്കുകയും ചെയ്തത്. അത് പിന്നെ അങ്കമാലി കോടതിയിലാണ് ആ കേസിന്റെ വിചാരണ നടപടികൾ. പ്രാരംഭഘട്ടത്തിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നത്, രണ്ടാമത് അധിക കുറ്റപത്രം സമർപ്പിച്ചു, മൂന്നാമത് മറ്റൊരു കുറ്റപത്രം സമർപ്പിച്ചു. അങ്ങനെ വിവിധ കുറ്റപത്രങ്ങൾ കൂടി അധികമായി തന്നെ ഈ നേരത്തെ ബാലചന്ദ്രകുമാറിന്റെ കാര്യം പറഞ്ഞതുപോലെ ആ കുറ്റപത്രത്തിൽ വീണ്ടും അല്ലെങ്കിൽ ആ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി പുതിയ കുറ്റപത്രങ്ങളായി അല്ലെങ്കിൽ അധികമായി കുറേ അധികം നാൾക്ക് ശേഷം പിന്നീട് പല വെളിപ്പെടുത്തലുകൾ വരുന്നു എന്നതുൾപ്പെടെ അങ്ങനെ പല കാലതാമസം ഉണ്ടായിട്ടുണ്ട്. വിചാരണ നടപടികളിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രതിഭാഗം വിസ്തരിച്ചത് 70-ലധികം ദിവസങ്ങളാണ്. അങ്ങനെ കുറേ അധികം വിസ്താരത്തിന്റെ നടപടികൾ പോയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഏപ്രിലാണെന്ന് തോന്നുന്നു, ഏപ്രിൽ 9-നും 11-നും ഏകദേശം അന്തിമവാദം പൂർത്തിയായി. ആ അന്തിമവാദം പൂർത്തിയായ ശേഷമാണ് പിന്നീട് മറ്റു ചില ഡോക്യുമെന്റ്സ് ക്ലാരിറ്റി കൂടി പ്രതിഭാഗത്തിനും വാദിഭാഗത്തിനും ഒക്കെ പ്രോസിക്യൂഷനും ഒക്കെ പറയാനുള്ള ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ഇന്ന് ഈ കേസിന്റെ വിധി പറയാൻ 8-ാം തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്.